നിങ്ങൾ ഒരുപാട് കടങ്ങളുള്ള ആളാണോ? അതല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ഇനി അതുമല്ല, നിങ്ങളോട് പിണങ്ങി കഴിയുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണോ? ഇങ്ങനെ മനുഷ്യന്മാരായ പല ആഗ്രഹങ്ങൾ കാണും അല്ലേ? നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന ടേം കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ പറ്റിയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മറ്റൊരു പവറാണ് മാനിഫെസ്റ്റേഷൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ വഴി നേടിയെടുത്തിട്ടുള്ള ഒരേ ഒരു കാര്യം, ആ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നതിന് പിറകിലും റീസൺസ് ഉണ്ട്. അപ്പം അതെല്ലാമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കൂടാതെ ഈ മാനിഫെസ്റ്റേഷൻ ഈ പവർ എന്താണെന്നും കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം കാർത്തിക, സൈക്കോളജിക്കൽ കൗൺസിലർ, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷനിലൂടെ നേടിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ PG അഡ്മിഷനാണ്. അതായത് ഞാൻ എൻ്റെ തന്നെ സ്വയം ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കൂടെ. ആദ്യം തന്നെ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പറയട്ടെ. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഇപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് കടം ഒരുപാടുള്ള ആളാണോ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ഇപ്പം കടമുള്ള ആളുകൾ ചിന്തിക്കും, ഈ കടം എങ്ങനെയും ഒന്ന് തീർന്നിരുന്നു, ഈ കുറച്ച് പൈസ എവിടുന്നേലും കിട്ടിയാൽ എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് തീർക്കാമായിരുന്നു എന്ന് കടങ്ങളുള്ള ആളുകൾ ചിന്തിക്കും. ഇനി അതല്ല, വീടിൻ്റെ EMI, ലോണ് അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് അതാണ്. കുറച്ച് പൈസ എവിടുന്നേലും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ ലോണൊക്കെ ഒന്ന് അടച്ചു തീരാമായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കും അല്ലേ? അപ്പം നമ്മുടെ ആഗ്രഹമാണ് ആ ചിന്ത എന്ന് പറയുന്നത്. ആ ആഗ്രഹം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ പവർ ഉപയോഗിച്ച് നേടിയെടുക്കുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ നേടിയെടുക്കുന്നതിന് പിറകിലും കുറേ ട്രിക്സും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ അത് നമുക്ക് കിട്ടത്തേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ നേടിയെടുത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു PG അഡ്മിഷനാണ്. അത് ഞാൻ എന്താണെന്ന് നിങ്ങളോട് പറയാം. അപ്പം ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞു. PGക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം MSW പഠിക്കാൻ വേണ്ടിയാണ്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്ക് പഠിക്കാനാണ് എനിക്ക് പണ്ടോട്ടെ ആഗ്രഹം. അപ്പോൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞു. സോഷ്യൽ വർക്ക് എന്ന കോഴ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പം കേരളത്തിലെ എല്ലാ കോളേജും അതുപോലെ ഇന്ത്യയിലെ ഒട്ടുമിക്ക കോളേജിലും എല്ലാം നല്ല ഫീസാണ്. അതായത് ഈ കോഴ്സ് നല്ല ഫീസ് മുടക്കി പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അപ്പം എൻ്റെ ഫാമിലിനെ സംബന്ധിച്ച് ആ സമയത്ത് അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് എടുത്ത് പഠിപ്പിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ല. കാരണം അത്രയും ഫീസാണ് ഈ ഒരു കോഴ്സിന് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കേരളത്തിലാകെ കൂടി 3 കോളേജിലെ ഈ MSW ഒരുപാട് ഫീസില്ലാതെ മെറിറ്റിൽ പഠിപ്പിക്കുന്നേ ഉള്ളൂ. 1 ലയോള കോളേജ് ട്രിവാൻഡ്രം, പിന്നെ 2 രാജഗിരി കോളേജ് എറണാകുളം, 3 SB കോളേജ് ചങ്ങനാശ്ശേരി. അപ്പോൾ ഈ 3 കോളേജിൽ ഏതെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെ, എനിക്ക് എൻ്റെ കാര്യം ഓക്കെ ആയി. എനിക്ക് ഒരുപാട് ഫീസ് ഇല്ലാണ്ട് ഞങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പഠിക്കാം. മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല കോളേജുകളിൽ അംഗീകാരമുള്ള കോളേജാണ്. ഇവിടെ കിട്ടാനും പ്രയാസമാണ്, കാരണം ഇത്രയും ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കോളേജിൽ ചേരാൻ വേണ്ടിയുള്ള തിരക്കും വളരെ കൂടുതലാണ്. അപ്പം എനിക്ക് പറ്റാവുന്ന എന്താ, ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് എൻട്രൻസ് എക്സാമും എഴുതി ഗ്രൂപ്പ് ഡിസ്കഷനും പാസ്സായി ഇന്റർവ്യൂ പാസ്സായി എടുക്കുക എന്നത് മാത്രം ഞാൻ ചെയ്താൽ മതി. അത് 3ഉം ക്ലിയർ ചെയ്താൽ എനിക്ക് ആ കോളേജിൽ കിട്ടും അല്ലേ? അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സ്വന്തം വീട് ഞാൻ കോട്ടയംകാരിയാണ്. അപ്പം ചങ്ങനാശ്ശേരിയാണ് എനിക്ക് ഏറ്റവും പോകാൻ എളുപ്പം. ബാക്കി ട്രിവാൻഡ്രത്ത് ലയോളയിൽ പോയാലും രാജഗിരിയിൽ പോയാലും ഒക്കെ പിന്നെ ഹോസ്റ്റൽ ഫീസായി അങ്ങനെ കുറേ പൈസ അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് SB കോളേജ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു. കാരണം ചങ്ങനാശ്ശേരി ഏറ്റവും അടുത്തുമാണ്, ബസ്സിൽ പോയി വരാം, ഫീസ് ഒരുപാട് കൊടുക്കാതെ ഈ കോളേജിൽ തന്നെ പഠിക്കുകയും ചെയ്യാം. SB കോളേജ് കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. ഇനി ഞാൻ എന്ത് ചെയ്തു, SB കോളേജിലൊക്കെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തു. വേറെ കോളേജിലൊന്നും ഞാൻ അപ്ലൈ ചെയ്തില്ല, കാരണം എനിക്ക് വേറെ കോളേജിലൊന്നും പോകാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ രാജഗിരിയും ലയോളയും ഫീസില്ലാതെ പഠിപ്പിക്കുമെങ്കിലും ഞാൻ പറഞ്ഞില്ല, അവിടെ കിട്ടിയാൽ ഒരുപക്ഷെ എനിക്ക് ഈ ഹോസ്റ്റൽ ഫീ മന്ത്ലിയുള്ള ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം, അങ്ങനെ വേറെ പല ചാർജുകളും അങ്ങനെ പോകും. അപ്പം അതൊക്കെ എനിക്കൊരു അധിക ചിലവായിട്ട് ഞാൻ അതൊന്നും നോക്കിയില്ല. എനിക്ക് SB കോളേജ് തന്നെ മതി. ഞാൻ പിന്നെ അതിനു വേണ്ടിയുള്ള പഠിത്തം തുടങ്ങി. അപ്ലൈ ചെയ്തിട്ട് എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, അപ്പോൾ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള പഠിത്തം തുടങ്ങി. അപ്പം ഞാൻ തന്നെ ഇരുന്നുള്ള പഠിത്തം കേട്ടോ. ഞാൻ നെറ്റും ഗൂഗിളും എല്ലാം നോക്കി നന്നായിട്ടിരുന്ന് കുത്തിയിരുന്ന് തന്നെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, അതായത് നമ്മൾ കുറച്ച് കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് നമുക്ക് മെൻറ്റർ ഒരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കണം. ഗ്രൂപ്പിലിരുന്നു കൊണ്ട് നമ്മുടെ ഐഡിയാസ് എല്ലാം അങ്ങ് പറയണം, ചാടി പറയണേ. അതുപോലെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ നല്ല പ്രിപ്പയർഡായി.
അങ്ങനെ കോളേജിൽ നമുക്ക് ഈ എൻട്രൻസ് എക്സാമിൻ്റെ ദിവസം എത്തി. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് പോയത്. കോളേജിൽ പോയി നോക്കിയപ്പോൾ ഒരു 100-500 കുട്ടികളുണ്ടേ ഈ ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടി. ഈ കോളേജിലാകെ സീറ്റ് 15 സീറ്റേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ഒരു 7 സീറ്റാണ് മെറിറ്റിൽ വരുന്നത്. ബാക്കി എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസ്, അതായത് കുറച്ച് നമുക്ക് മെറിറ്റിലാണെങ്കിൽ ഒട്ടും പൈസ കൊടുത്ത് പഠിക്കണ്ട, കുറച്ചൊക്കെ കൊടുത്താൽ മതി. സെൽഫ് ഫിനാൻസിലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പൈസ കൂട്ടി എന്നാലും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങും. ആ ഒരു ടൈപ്പിലാണ് 15 സീറ്റ് റിസർവ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു 500 കുട്ടികളെ കണ്ട് ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി, ഇത്രയും പേര് ഈ ഒരു കോളേജിൽ പഠിക്കാൻ വരുന്നത്. അപ്പം അങ്ങനെ എക്സാമിന് വേണ്ടി ആദ്യം എൻട്രൻസ് എക്സാം ആയിരുന്നു. ആദ്യത്തെ കടമ്പ ഞങ്ങളെല്ലാവരും വലിയൊരു ഹാളിൽ കയറ്റി ഞങ്ങളെ എക്സാമിന് ഇരുത്തി. ഞങ്ങളെല്ലാവരും ഒരു 10-15 അരമണിക്കൂർ എക്സാമാണെന്ന് തോന്നുന്നു. എക്സാമൊക്കെ എഴുതി നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഉച്ച കഴിഞ്ഞായിരുന്നു ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവും. അതും ഒരു ഗ്രൂപ്പിൽ ഒരു 10-15 കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ ഗ്രൂപ്പിലിരിക്കുന്നു, ഒരു ടോപ്പിക്കായിരുന്നു, ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നു. അങ്ങനെ ആ ഒരു കടമ്പയും കഴിഞ്ഞു. മൂന്നാമത്തത് ഇൻ്റർവ്യൂ, പേഴ്സണൽ ഇൻ്റർവ്യൂ. അപ്പം നമ്മുടെ കോഴ്സിൻ്റെ MSWൻ്റെ തന്നെ HOD, പല മെയിൻ ടീച്ചേഴ്സ്, ഇവരൊക്കെയാണ് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ ഈ 3 കടമ്പയും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വരുക. വീട്ടിൽ വന്നിട്ടും എനിക്ക് നല്ല പേടിയാണ്, കാരണം ഇത്രയും കുട്ടികളുണ്ട്. അന്നൊന്നും എനിക്ക് ഇംഗ്ലീഷൊന്നും അത്രയും പോരാ. എനിക്കൊരു ഇംഗ്ലീഷിലൊക്കെ എനിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ഇംഗ്ലീഷിൽ അവർ ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു പറയണമെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഈ അവർ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും എന്ന് കണ്ടെത്തി അതിനുള്ള ഉത്തരങ്ങളെല്ലാം പ്രിപ്പയർഡ് ആക്കി കാണാപ്പാടം പഠിച്ചു വേണമായിരുന്നു എനിക്ക് പോകാൻ. ഇന്നാണെങ്കിൽ ഞാൻ പിന്നെയും കുറച്ചെങ്കിലും പറയും, പക്ഷെ അന്ന് എനിക്ക് അത്രയും പോലും അറിയത്തില്ല. അപ്പോൾ എനിക്ക് സ്വയം വീട്ടിൽ വന്നിട്ട് ഞാനിരുന്ന് ചിന്തിക്കുമോ, എന്നേക്കാൾ നല്ല ലാംഗ്വേജ് ഒക്കെയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം, അവരൊക്കെ നന്നായിട്ട് ഇൻ്റർവ്യൂവിൽ പ്രസൻറ്റ് ചെയ്ത് കാണാം. അതുപോലെ എക്സാം ആണെങ്കിലും എൻ്റെ കുറച്ചൊക്കെ തെറ്റിപ്പോയി കാണാം, ബാക്കി മൊത്തം എഴുതിയ കുട്ടികളൊക്കെ കാണുമായിരിക്കും. അതുപോലെ ഇങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂ ഒക്കെ എന്നേക്കാൾ നന്നായിട്ട് ചെയ്ത കുട്ടികൾ വേറെ കാണുമായിരിക്കും എന്നൊരു ചിന്തയൊക്കെ എനിക്കുണ്ട്. എങ്കിലും ഞാൻ അത് വിട്ടു, കാരണം ഒരുപാട് ചിന്തിച്ച് അങ്ങ് കുളവാക്കാൻ നിന്നില്ല. എനിക്ക് ആ കോളേജിൽ കിട്ടിയേ മതിയാവും. എനിക്ക് എങ്ങനെയാണെങ്കിലും എനിക്ക് ആ കോളേജിൽ കിട്ടിയേ മതിയാവും. ഞാൻ എന്ത് ചെയ്തു, ഈ എക്സാം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരുമെന്നാണ് നമ്മളെ ഇൻഫോം ചെയ്ത് വിട്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഞാനിരുന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഉറക്കവും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് അവിടെ കിട്ടണേ, എനിക്ക് ആ കോളേജ് തന്നെ മതി, എനിക്ക് അവിടെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ രാത്രി മുഴുവൻ പ്രാർത്ഥന. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കുന്നു, നേരെ റൂമിൽ കയറുന്നു, കഥ കടയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു 3 ദിവസം അടുപ്പിച്ച് ഞാൻ ഊണും ഉറക്കത്തിനൊന്നും ഒരു പ്രാധാന്യം കൊടുത്തില്ല, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക എനിക്ക് അവിടെ തന്നെ കിട്ടണം. ഞാൻ ഇമാജിൻ ചെയ്യുക, എനിക്ക് ആ കോളേജിൽ നിന്ന് എന്നെ വിളിക്കുന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടുന്നു, ഞാൻ അങ്ങോട്ട് സന്തോഷത്തോടെ പോകുന്നു, ആ കോളേജിൽ ഞാൻ പഠിക്കുന്നു, MSW കംപ്ലീറ്റ് ആക്കുന്നു. ഇങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ ചിന്തിച്ച് അതിൻ്റെ കൂടെ പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടണേ എന്ന് പറഞ്ഞ് ആ കോളേജിൽ തന്നെ കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 4ാമത്തെ ദിവസം ഞാൻ ഇതുപോലെ രാവിലെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു അൺനോൺ നമ്പർ, ഇതുവരെ പരിചയമില്ലാത്തൊരു നമ്പറാണ്. ഞാൻ ആ കോൾ എടുക്കുന്നു. കോൾ എടുത്തപ്പോൾ അപ്പുറത്തുനിന്ന്, ഹലോ കാർത്തിക, ഇത് SB കോളേജിൽ നിന്നാണ്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, 6ാമത്തെ റാങ്കാണ്, നാളെ വന്ന് അഡ്മിഷൻ എടുത്തോളൂ എന്ന് എന്നോട് കോൾ പറയുന്നു. അപ്പോൾ ഞാനപ്പോൾ താങ്ക് യു മിസ് എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വീട്ടിൽ കിടന്ന് തുള്ളിച്ചാടുന്നു, എല്ലാവരെയും വിളിച്ച് പറഞ്ഞു എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി എന്നൊക്കെ പറയുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ പോയി, ഞാനും അമ്മയും കൂടെ പോയി അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ ഞാൻ ആ കോളേജിൽ പഠിച്ച് എൻ്റെ കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു മൈൻഡിൻ്റെ പവറാണ്. മൈൻഡിൻ്റെ പവർ, നമ്മുടെ മനസ്സിന് അതുപോലെ ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന സാധനമൊന്നുമല്ല, ഭയങ്കര പവറുള്ളൊരു സാധനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ആ ഒരു മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹം എന്താണോ അത് എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ, എത്ര ചെറിയ ആഗ്രഹം ആയിക്കോട്ടെ, അത് നമ്മളിലേക്ക് വരും. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ ഒരേ ഒരു കാര്യം ഇതാണെന്ന്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം എനിക്ക് ആ കോളേജിൽ തന്നെ മതി, എനിക്ക് അവിടെ തന്നെ പഠിച്ചാൽ മതി, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. വേറൊരു കോളേജോ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ നോക്കാം, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഈ ഒരു ഒറ്റ ഓപ്ഷനിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ ഈ പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊരു മീഡിയേറ്ററാണ്.
ഒരു മീഡിയേറ്റർ. ഈ മാനിഫെസ്റ്റേഷനും നമ്മുടെ ആഗ്രഹത്തിന് നടുക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്ററാണ് ഈ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥനയിലാണ് പിടിച്ചത്. പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ചിന്തിച്ചെടുക്കാം. ചിലർ മെഡിറ്റേഷൻ, ധ്യാനം നിങ്ങൾ കണ്ടിട്ടില്ലേ, യോഗയിലൊക്കെ ഉള്ളതാണ് മെഡിറ്റേഷൻ എന്ന് പറയും. മെഡിറ്റേഷനിലൂടെ നേടിയെടുക്കുന്നവരുണ്ട്. ഇതൊക്കെ മീഡിയേഷനാണ്. ഈ ഒരു മീഡിയേറ്ററിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ വലുതാവും തോറും ഞാൻ ഓർക്കാണ്, ഇപ്പോഴാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ ഒരു സമയത്താണെങ്കിൽ ഞാനിതൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. കാരണം ഞാൻ ഓർക്കുമോ എത്ര ടെൻഷൻ അടിക്കുന്നു, അവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം, വേറെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കാം, ഈ ഒരു മനസ്ഥിതിയാണ് ഇപ്പം എനിക്ക്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെയല്ല. അന്ന് എനിക്ക് അത് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം ഇന്ന് നിങ്ങളിപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ കടമുള്ള ആളാണോ? നിങ്ങൾ ചിന്തിക്കും, കുറച്ച് പൈസ എങ്ങനെയും കിട്ടിയാൽ മതിയായിരുന്നു, കടങ്ങളൊക്കെ ഒന്ന് തീർക്കാമായിരുന്നു. അതേ മൈൻഡോട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന വേറെ കുറച്ച് കാര്യമുണ്ട്. പൈസയൊക്കെ വരും, അതൊക്കെ എങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ അവിടെ 2 ഓപ്ഷനാണ് വരുന്നത്. ആ 2 ഓപ്ഷൻ വെച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് മാത്രം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മൈൻഡ് അത് നിങ്ങൾക്ക് സാധിച്ചു തരും. അതാണ് സൈക്കോളജിയും മാനിഫെസ്റ്റേഷനും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ശരിക്കും ഞാനന്ന് നടത്തിയത് ഒരു സൈക്കോളജിക്കൽ പരീക്ഷണം തന്നെയാണ്. കാരണം നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ ചിന്തിച്ച് അത് കിട്ടി എന്ന് തന്നെ ചിന്തിച്ച് നമ്മളത് നേടിയെടുത്തത്. ഇപ്പം ഇപ്പം ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട്, ഇപ്പോൾ പലരും ഇപ്പം ജോയിൻറ്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ, അതായത് ഭാര്യയും ഭർത്താവും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും കൂടെയൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന വീടുകളൊക്കെ കാണും. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ ഒരു ആഗ്രഹം കാണും, എനിക്കൊന്ന് എൻ്റെ ഭർത്താവും കുട്ടികളുമായിട്ട് മാറിയൊന്ന് താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും അവർ. പക്ഷെ ആഗ്രഹം നടക്കാത്തതും, പലർക്കും അത് നടക്കണമെന്നില്ല, നടക്കാത്തതും അവർ പിന്നെ ചിന്തിക്കും, എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ഒന്ന് പോയാൽ മതി, ഇങ്ങനെ ഒരു ചിന്തയും കൂടെ അവർക്ക് കാണും. മനസ്സിലായോ? അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കത്തില്ല. അതുപോലെ ജോലി ആഗ്രഹിക്കുന്നവർ, എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അതേ മൈൻഡോടെ അവർ ചിന്തിക്കും, ജോലിനേക്കാളും സുഖം ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതാണല്ലോ, ഇങ്ങനെ ഒരു ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർക്കൊന്നും അവരുടെ ആഗ്രഹം നടക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം നടക്കണമെങ്കിൽ, ഈ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹത്തിനോട് അത്രയ്ക്ക് തീക്ഷ്ണമായ ഒരു ഇഷ്ടം വേണം, എങ്കിലേ അത് നടക്കത്തേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പം ഞാൻ ഈ മാനിഫെസ്റ്റേഷനെ പറ്റി കൂടുതൽ പഠിച്ചതിൽ പിന്നെ ഞങ്ങൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പലർക്കും പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഒരു ഞായറാഴ്ച വെച്ചൊക്കെയാണ് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഞായറാഴ്ചയും മാനിഫെസ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു ക്ലാസ്, 2 മണിക്കൂർ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 3-ാം തീയതിയാണെന്ന് തോന്നുന്നു, മെയ് 3-നാണ്. മെയ് 3-ാം തീയതി രാത്രി 7 മണി മുതൽ 9 മണി വരെ അതൊരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആണ്. അത് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ, അപ്പോൾ ആ ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. കുറച്ചൊരു തിയറി എല്ലാം കഴിഞ്ഞ് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ലാണ്ട്. ആ സെക്കൻഡ് ഓപ്ഷൻ വരാതിരിക്കാൻ കുറേ ട്രിക്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. ആ ട്രിക്സൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. ഞാൻ എൻ്റെ ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. എന്നെ ഫോൺ വിളിക്കുന്നതിലും നല്ലത് എനിക്ക് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് എടുത്തു തരാം. വളരെ പവർഫുള്ളായിട്ടൊരു ക്ലാസ്സാണ് കേട്ടോ. നിങ്ങളുടെ എന്താഗ്രഹമായിക്കോട്ടെ അത് നടന്നിരിക്കും കേട്ടോ. കാരണം അത്രയും പവർഫുള്ളാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇപ്പം മാനിഫെസ്റ്റേഷൻ ഒരു പേര് കേട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ ആഗ്രഹം നടക്കത്തില്ല. അതിന് ഇടയ്ക്കൊരു മീഡിയേഷനൊക്കെ വേണം, മീഡിയേറ്റർ വേണം, നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഇല്ലായിരിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക പ്രാക്ടീസ് ആവശ്യമാണ്. ആ പ്രാക്ടീസാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇത് വളരെ നല്ലൊരു കോഴ്സാണ്. താല്പര്യമുള്ളൊരു കോഴ്സല്ല, ഒരു 1 ഡേ ക്ലാസ്സാണ്. താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണം താല്പര്യം ഉണ്ടെന്ന് കേട്ടോ. ഇനി എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങൾ അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ.